നമസ്കാരം. 1980 ഒരു ദിവസം ബോംബെയിലെ ചെമ്പൂരിലുള്ള സഹാക്കർ സിനിമ തിയേറ്ററിന് മുന്നിൽ ബെഡാ രാജൻ ഒരു ചെറുപ്പക്കാരനെ ആ ദിവസമാണ് കൊണ്ടുവരുന്നത്. ബെഡാ രാജനൊപ്പം അവിടെ എത്തിയ ചെറുപ്പക്കാരൻ്റെ ജോലി ആ സിനിമാ തിയേറ്ററിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ടിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അതിനിടയിലൂടെ നുഴഞ്ഞു കയറി ടിക്കറ്റുകൾ എടുത്ത് അത് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് ബെഡാ രാജൻ ആ ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തുന്നത്. ആ ചെറുപ്പക്കാരൻ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ ഇടിച്ചു കയറി ടിക്കറ്റ് എടുക്കുകയും ആ ടിക്കറ്റ് വിൽക്കുകയും ചെയ്തു തുടങ്ങി. ഈ കാഴ്ച കൗതുകപൂർവ്വം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആ തിയേറ്ററിൻ്റെ നേരെ എതിർവശത്തുള്ള വീട്ടിലുള്ള ഏകദേശം ഒരു 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻസ്. അവന് ആ കാഴ്ച വല്ലാത്തൊരു സന്തോഷം പകരുന്നുണ്ട്. ആളുകളുടെ ഇടയിൽ കൂടി ഇടിയുണ്ടാക്കി ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റുമായി അതിവേഗം പാഞ്ഞ് റോഡ് സൈഡിലെത്തി അവിടെ ടിക്കറ്റ് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് വിതരണം ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ അവൻ്റെ ജോലി അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരനും അതുപോലെ ആ കുട്ടിയും വളരുകയാണ്. സിനിമ തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ ഛോട്ടാ രാജൻ എന്ന ആളുകൾ വിളിക്കപ്പെടുന്ന ആ വ്യക്തി ആ സിനിമാ തിയേറ്ററിൻ്റെ അടുത്തെത്തും. മിക്കവാറും ദിവസങ്ങളിൽ ഛോട്ടാ രാജൻ അവിടെ എത്തുമ്പോൾ ആ സിനിമാ തിയേറ്ററിന് നേരെ എതിർവശത്തുള്ള ആ ബാലൻ ഛോട്ടാ രാജന് അടുത്തു നിന്ന് നിൽക്കും. ഛോട്ടാ രാജൻ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് കൗതുകപൂർവ്വം കണ്ടു നിൽക്കുന്ന ആ കൊച്ചു പയ്യനെ ഛോട്ടാ രാജനും കാണാറുണ്ട്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഇങ്ങനെ കടന്നുപോയപ്പോൾ ഛോട്ടാ രാജൻ എന്ന ആ ബ്ലാക്ക് ടിക്കറ്റ് വിൽപ്പനക്കാരൻ അതിവേഗം ഒരു അണ്ടർവേൾഡ് ഡോണായി വളരുകയാണ്. ആ കാഴ്ച വല്ലാത്ത കൗതുകത്തോടെ തിയേറ്ററിന്റെ എതിർഭാഗത്തുള്ള വീട്ടിൽ നിന്ന് നോക്കിക്കണ്ട ആ ചെറുപ്പക്കാരന്റെ പേര് ഭാരിത് അഹമ്മദ് താനഷ എന്നാണ്. താനഷ ഛോട്ടാ രാജൻ എന്ന ആ അധോലോക രാജാവിൽ ആകൃഷ്ടനായി മാറുന്ന കാര്യം താനഷയുടെ പിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. താനഷയുടെ പിതാവ് താനഷിനെ ശരിക്കും ഉപദേശിക്കും. അധോലോക പരിപാടികൾ നടത്തുന്ന ആളുകളെ കാണുന്നതും അവരുമായി ഇടപെടുന്നതും അവരെ ആരാധനയോടെ കാണുന്നതൊക്കെ ശരിയല്ല എന്നുള്ള കാര്യം താനഷിയെ ബോധ്യപ്പെടുത്താൻ അവരുടെ പിതാവ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും താനഷിയുടെ പ്രായം ഏകദേശം 16 താനഷയെ അച്ഛൻ വിലക്കിയെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം താനഷ ഛോട്ടാ രാജന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ഉടൻ താനഷയുടെ ജോലി ഛോട്ടാ രാജന്റെ അടുത്ത് ഓടിച്ചെല്ലുക എന്നുള്ളതാണ്. അവനിൽ ഛോട്ടാ രാജന്റെ ആ അണ്ടർവേൾഡ് ആക്ടിവിറ്റീസ് ഒക്കെ വല്ലാത്തൊരു കൗതുകത്തിനപ്പുറത്ത് ഒരു ആരാധന ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. താനഷയുടെ പിതാവ് ജോലിക്ക് പോയിരിക്കുന്ന സമയത്ത് മിക്കവാറും താനഷ വീട്ടിലുണ്ടെങ്കിൽ ആ സമയം അവൻ വീട്ടിൽ നിന്ന് മുങ്ങി ഛോട്ടാ രാജന്റെ അടുത്തെത്തും. ഛോട്ടാ രാജൻ താനഷയെ കഴിഞ്ഞ 6-7 വർഷമായി സ്ഥിരമായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ താനഷയെ ഛോട്ടാ രാജന് വലിയ കാര്യമാണ്. താനഷയ്ക്ക് ഏകദേശം 10 വയസ്സുള്ളപ്പോൾ മുതൽ ഛോട്ടാ രാജൻ താനഷയെ കണ്ടു തുടങ്ങിയതാണ്. അന്ന് മുതൽ താനഷ ഛോട്ടാ രാജന്റെ ഒരു വല്ലാത്ത ആരാധകനാണ്. ഛോട്ടാ രാജനുമായി അടുപ്പമുണ്ടാക്കുന്നതിനെ താനഷയുടെ പിതാവ് എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം താനഷയുടെ പിതാവ് ആ സത്യം തിരിച്ചറിഞ്ഞു. ഛോട്ടാ രാജന്റെ ഗ്യാങ്ങിൽ താനഷയും ഉണ്ട്. മകനോട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ താനഷയുടെ പിതാവ് നേരെ ഛോട്ടാ രാജന്റെ അടുത്തെത്തി. ഛോട്ടാ രാജനെ കണ്ട താനഷയുടെ പിതാവ് മകനെ അയാളുടെ ഗ്യാങ്ങിൽ ചേർക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടത്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഛോട്ടാ രാജൻ താനഷയുടെ പിതാവിനോട് പറഞ്ഞു, ഞാൻ ഒരിക്കൽ പോലും അവനെ എൻ്റെ കൂടെ ചേർക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ അവൻ എന്നെ തേടി വരികയാണ്. ഛോട്ടാ രാജനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഫലമില്ല എന്ന് മനസ്സിലാക്കിയ താനഷയുടെ പിതാവ് താനഷയുടെ താമസം ആ സിനിമാ തിയേറ്ററിന് മുന്നിലുള്ള വീട്ടിൽ നിന്ന് മാറ്റി ദൂരെയുള്ള ഒരു ബന്ധു വീട്ടിലാക്കി. അതിനുശേഷം താനഷയ്ക്ക് അവിടെ ഡോക്കിൽ ഒരു ജോലിയും താനഷയുടെ പിതാവ് ശരിയാക്കി കൊടുത്തു. തുറമുഖത്ത് ജോലി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർക്കൊക്കെ വലിയ സന്തോഷമാവും. ഇഷ്ടംപോലെ സാധനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലമാണല്ലോ. അവിടെ ഒരു ജോലി തരപ്പെടുത്തി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. താനഷയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ജോലി ഇതാ അവൻ്റെ അച്ഛൻ തരപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ജോലിക്ക് ചേർന്ന താനഷ ശരിക്കും ആ തുറമുഖത്തെ മേലധികാരികളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ താനഷ ആ തുറമുഖത്ത്
ജോലിക്ക് വന്ന് അല്പസമയം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ആഡംബര കാറ് താനിഷയെ തിരക്കി വരും. ആ കാറിൽ താനിഷ കയറി പോവുകയും ചെയ്യും. ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും താനിഷ മടങ്ങി വരിക. പകൽ സമയത്ത് താനിഷ ആ തുറമുഖത്ത് പണിയെടുക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയ താനിഷയുടെ മേലധികാരികൾ താനിഷയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. കൃത്യം ഒരേ ഒരു മാസം മാത്രമാണ് താനിഷ യഥാർത്ഥത്തിൽ ആ തുറമുഖത്തിൽ ജോലിയിലുണ്ടായിരുന്നത്. ഛോട്ടാ രാജനുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാറുകളാണ് യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും രാവിലെ തുറമുഖത്തിൽ എത്തുന്നതും താനിഷയെ കൂട്ടിക്കൊണ്ടു പോകുന്നതും. ഛോട്ടാ രാജനുമായിട്ടുള്ള താനിഷയുടെ കമ്പനി അവസാനിപ്പിക്കാൻ വേണ്ടി താനിഷയുടെ പിതാവ് കുറച്ച് ദൂരെയുള്ള ഒരു കോളനിയിൽ ഒരു വീട് സംഘടിപ്പിച്ച് താനിഷയെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. താനിഷയുടെ പിതാവ് ഛോട്ടാ രാജനിൽ നിന്ന് അകറ്റി നിർത്താനായി താനിഷയെ അങ്ങനെ ദൂരേക്ക് മാറ്റുമ്പോഴും താനിഷയുടെ മനസ്സ് പൂർണ്ണമായും ഛോട്ടാ രാജന്റെ ഗ്യാങ്ങിലാണ്. ഛോട്ടാ രാജന്റെ ഗ്യാങ്ങിന് വേണ്ടി എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം താനിഷയുടെ മനസ്സിൽ കുടിയേറിയിട്ട് കുറെ നാളായി. പക്ഷെ അതിനെ പറ്റിയ അവസരമൊന്നും അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഛോട്ടാ രാജന്റെ ലീഡറായ ബഡാ രാജൻ ഒരു കേസുമായി ബന്ധിപ്പിച്ച് കോടതിയിലെത്തിയത്. ഒരു കേസിന്റെ വിചാരണയുമായി ബന്ധിപ്പിച്ച് എസ്പ്ലനേഡ് കോർട്ടിലെത്തിയ ബഡാ രാജനെ ആ കോർട്ടിന്റെ പുറത്തു വെച്ച് നേവൽ യൂണിഫോം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ബുക്കിനകത്ത് കരുതിയിരുന്ന കൈത്തോക്ക് പുറത്തെടുത്ത് വെടിവെച്ച് കൊന്ന വാർത്ത പെട്ടെന്നാണ് ബോംബെ പിടിച്ചു കുലുക്കിയത്. ബഡാ രാജനെ വെടിവെച്ച് വീഴ്ത്തിയ ചന്ദ്രകാന്ത് സഫലിക്കെ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തെങ്കിലും അവൻ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട സഫലിക്ക അനവധി സ്ഥലങ്ങളിൽ കറങ്ങി നടന്നതിന് ശേഷം ഒളിക്കാനായി എത്തിയത് ചെമ്പൂരിൽ തന്നെയാണ്. ചെമ്പൂരിലെ അവന്റെ ഒളിയിടം നേരത്തെ കൂട്ടി മനസ്സിലാക്കി വെച്ചിരുന്ന ഛോട്ടാ രാജന്റെ ആളുകൾ ആ ഒളിയിടം വളയുകയും ചന്ദ്രകാന്ത് സഫലിക്കയെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. സഫലിക്കയെ വെടിവെച്ചിട്ടത് ഛോട്ടാ രാജന്റെ ഷാർപ്പ് ഷൂട്ടർ ഡാനിയാണ്. സഫലിക്കയുടെ കൊലപാതകത്തിൽ പങ്കുള്ള ആളുകളെ പിടികൂടാനായി പോലീസ് ശരിക്കും സജീവമായിട്ട് തന്നെ രംഗത്തിറങ്ങിയോടുകൂടി ഛോട്ടാ രാജന് ഡാനിയെ ഒളിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായി. ഡാനി ഛോട്ടാ രാജന്റെ ഷാർപ്പ് ഷൂട്ടറാണ്. ഡാനിയെ അങ്ങനെ അങ്ങ് പോലീസിന് വിട്ടുകൊടുക്കാൻ ഛോട്ടാ രാജന് ഒരു മടി. ആ സമയത്താണ് ശരിക്കും ഛോട്ടാ രാജനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താനിഷയുടെ കടന്നുവരവ്. താനിഷ ഛോട്ടാ രാജനോട് പറഞ്ഞു, ഭായ് ഞാൻ പിടികൊടുക്കാം, ഞാനാണ് സഫലിക്ക് വെടിവെച്ചെന്ന് പോലീസിനോട് പറയാം. വലിയ പ്രായമൊന്നും ആ സമയത്ത് താനിഷയ്ക്കില്ല. എന്നിട്ടും അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഛോട്ടാ രാജന് അതങ്ങോട്ട് കൊണ്ടു. എന്നാലും താനിഷ കുറ്റമേറ്റെടുത്ത് പോലീസിൽ കീഴടങ്ങിയോടുകൂടി ആ കേസ് അങ്ങ് ഒതുങ്ങിത്തീർന്നു. ജയിലിലായ താനിഷയെ വിദഗ്ധരായ വക്കീലന്മാരെ ഇറക്കി ജാമ്യത്തിലിറക്കാൻ ഛോട്ടാ രാജന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ജാമ്യത്തിലിറങ്ങിയ താനിഷയെ ഛോട്ടാ രാജൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറയാം. ഈ ചെറുപ്രായത്തിലെ ഒരു കൊലക്കുറ്റം ഏറ്റെടുക്കാൻ ഒരു മടിയുമില്ലാത്ത താനിഷയിൽ വല്ലാത്തൊരു പൊട്ടൻഷ്യലാണ് ആ സമയത്ത് ഛോട്ടാ രാജൻ കണ്ടത്. താനിഷയുടെ ധൈര്യത്തിൽ ആകർഷണനായ ഛോട്ടാ രാജൻ താനിഷയെ കൂടെ നിർത്താൻ വേണ്ടി ഛോട്ടാ രാജന്റെ അനന്തരവളായ സംഗീതയെ താനിഷയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. സംഗീത ഒരു സുന്ദരി കുട്ടിയാണ്. ഈ വിവരം അറിഞ്ഞ താനിഷയുടെ പിതാവ് ഒരു കാര്യത്തിൽ നിർബന്ധം പിടിച്ചു. സംഗീത മുസ്ലിം മതം സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ മകനെ വിവാഹം കഴിക്കാൻ അനുവദിക്കൂ എന്നാണ് താനിഷയുടെ പിതാവ് തീർത്തു പറഞ്ഞത്. ഫരീദ് അഹമ്മദ് താനിഷ സംഗീതയെ പിന്നീട് വിവാഹം കഴിക്കുമ്പോൾ സംഗീത മതം മാറി ഷെഹനാസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. തന്റെ അനന്തരവൾ മതം മാറി താനിഷയെ വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല എന്ന് ഛോട്ടാ രാജൻ തീരുമാനിക്കുക കൂടി ചെയ്തതുകൊണ്ടാണ് ഛോട്ടാ രാജന്റെ അനന്തരവൾ മതം മാറി ഷെഹനാസ് എന്ന പേരിൽ താനിഷയെ വിവാഹം കഴിച്ചത്. താനിഷയോടുള്ള ഛോട്ടാ രാജന്റെ അടുപ്പമാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ സമയത്ത് സമാന്തരമായി മറ്റു ചില കാര്യങ്ങൾ കൂടി നടന്നിരുന്നു. 70കളുടെ അവസാനത്തിലും 80കളുടെ തുടക്കത്തിലുമായി ബോംബെയിൽ തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, ഹവാല പണം പിടുങ്ങൽ, കള്ളക്കടത്ത് ഇവയൊക്കെ ശരിക്കും മാസീവായി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അതിശക്തനായ ഒരു ഡോണായി വളർന്നു വന്നിരുന്നു. അതാണ് ദാവൂദ് ഇബ്രാഹിം. ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്രൂപ്പിൽ ഏകദേശം
ഏകദേശം 84 അടുപ്പിച്ച് ഛോട്ടാ രാജനും സജീവമാണ്. ഛോട്ടാ രാജൻ സജീവമായിരിക്കുന്ന സമയത്ത് ദാവൂദ് ഇബ്രാഹിമിന്റെ ആക്ടിവിറ്റീസ് ഛോട്ടാ രാജൻ ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ടായിട്ട് താനിഷയുമുണ്ട്. 1984 ആയപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ വേട്ടയാടാൻ അന്നത്തെ ബോംബെ പോലീസ് കമ്മീഷണറായിരുന്ന റബീറോ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയതോടുകൂടി ബോംബെയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായി മാറിയതും ദാവൂദ് ഇബ്രാഹിം രാഖി രാമാനം ബോംബെയിൽ നിന്ന് ദുബായിലേക്ക് കടന്നിരുന്നു. ആ സമയം മുതൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ബോംബെയിലെ സകല ബിസിനസ്സും ഏതാണ്ട് കൺട്രോൾ ചെയ്യുന്നത് ഛോട്ടാ രാജനാണ്. 84 മുതൽ 89 വരെയുള്ള ആ കാലഘട്ടത്തിൽ ദാവൂദ് ഇബ്രാഹിമിന് വേണ്ടി ബോംബെയിലെ സകല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഹവാല പണമിടപാടുകളും മദ്യക്കച്ചവടവും മയക്കുമരുന്ന് കച്ചവടവും കള്ളക്കടത്തും എന്നിവയുടെ സകലത നിയന്ത്രിച്ചത് ഛോട്ടാ രാജനാണ്. ഛോട്ടാ രാജന്റെ ആ ആക്ടിവിറ്റീസിനൊക്കെ ഏതാണ്ട് വലം കൈയായിട്ട് തന്നെ താനിഷ കൂടെയുണ്ട്. താനിഷ ഇതിനിടയിൽ ഒരു ഷാർപ്പ് ഷൂട്ടറായി മാറിയിട്ടുണ്ട്. താനിഷയെ പോലെ വേറെ കുറെ ഷാർപ്പ് ഷൂട്ടേഴ്സ് ഛോട്ടാ രാജന് ഒപ്പമുണ്ട്. 84-നും 89-നും ഇടയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ്ങിൽ ഛോട്ടാ രാജൻ സജീവമായിരുന്ന സമയത്ത് അരുൺ ഗാവലി കൂടി ഛോട്ടാ രാജനൊപ്പം സഹകരിച്ചിരുന്നു. ഇടയ്ക്ക് വെച്ച് അരുൺ ഗാവലിയുടെ ടീമും ദാവൂദ് ഇബ്രാഹിമിന്റെ ടീമും തമ്മിൽ തെറ്റിയോടുകൂടി അരുൺ ഗാവലിയുടെ വേണ്ടപ്പെട്ട ഒരാളെ ഇല്ലാതാക്കാൻ ഛോട്ടാ രാജൻ നിർബന്ധിതനായി. അതിന്റെ ഫലമായി ബോംബെയിൽ നിൽക്കുക ബുദ്ധിമുട്ടായതും ഛോട്ടാ രാജൻ കൂടി 89 ആയപ്പോൾ ദുബായിലേക്ക് പറന്നു. ദാവൂദ് ഇബ്രാഹിമിനൊപ്പം ഛോട്ടാ രാജൻ കൂടി ദുബായിലേക്ക് പോയതും ബോംബെയിലെ ഓപ്പറേഷന്റെ ഏതാണ്ട് പൂർണ്ണ ചുമതല താനിഷയുടെ തലയിലേക്ക് വന്നു. താനിഷ ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുകയാണ്. ഈ സമയത്ത് ഛോട്ടാ രാജൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനി ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും നേപ്പാളിലേക്കും അനുബന്ധ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ച് അതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയിരുന്നു. ഈ സമയത്ത് പലപ്പോഴും താനിഷ ബോംബെയിൽ നിന്ന് ദുബായിൽ പറന്നിറങ്ങും. ദുബായിൽ പറന്നിറങ്ങുന്ന താനിഷയെ സ്വന്തം മകനായിട്ടാണ് ഛോട്ടാ രാജൻ എല്ലാവരുടെ അടുത്തും അവതരിപ്പിക്കുക. ദാവൂദ് ഇബ്രാഹിമും ഛോട്ടാ രാജനും ദുബായ് കേന്ദ്രമാക്കിക്കൊണ്ട് അവരുടെ ആ പ്രസ്ഥാനം വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് 92 ഡിസംബർ 6-ന് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. അതോടുകൂടി ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുടെ ലക്ഷ്യങ്ങളിൽ കാതലായ മാറ്റം വന്നു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI റിക്രൂട്ട് ചെയ്ത ആളുകൾ ഡി കമ്പനിക്കകത്ത് വൻതോതിൽ സ്വാധീനം ചെലുത്തി തുടങ്ങുന്നതും ആ നിമിഷം മുതലാണ്. ബാബറി മസ്ജിദ് തകർത്തതിന് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഡി കമ്പനിക്കകത്ത് പ്രത്യേകിച്ചും ദാവൂദ് ഇബ്രാഹിമിന്റെ മനസ്സിലേക്ക് കടത്തിവിട്ട ISI അതിനെപ്പറ്റി ആളുകളെ ഡി കമ്പനിയുടെ ഭാഗമാക്കാനുള്ള റിക്രൂട്ട്മെന്റുകൾ സംഘടിപ്പിച്ചതോടുകൂടി ഛോട്ടാ രാജനും ദാവൂദ് ഇബ്രാഹിമും തമ്മിൽ പതുക്കെ പതുക്കെ പിരിഞ്ഞു തുടങ്ങി. അതിൻ്റെ എൻഡിലാണ് 93-ലെ ബോംബെ വിറപ്പിച്ച ബോംബ് സ്ഫോടന പരമ്പരകൾ നടക്കുന്നത്. ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ ഒടുവിൽ ഛോട്ടാ രാജനെ കൂടി കൊല്ലാനുള്ള ഒരു പദ്ധതി ഛോട്ടാ ഷക്കീൽ തയ്യാറാക്കിയിരുന്നു. ആ പദ്ധതിയെക്കുറിച്ച് ഒരു രഹസ്യ വിവരം കിട്ടിയ ഛോട്ടാ രാജൻ രാഖി രാമാനം ദുബായിൽ നിന്ന് മുങ്ങി. ദുബായിൽ നിന്ന് ഛോട്ടാ രാജനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഇന്ത്യയുടെ IBയും റോയും ചേർന്നാണ്. വളരെ വിദഗ്ധമായിട്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും രാജന് ഇന്ത്യൻ എംബസി തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട രാജനോടൊപ്പമായി താനിഷയും സംഘവും. താനിഷയെ സ്വാധീനിക്കാനായിട്ട് ദാവൂദ് ഇബ്രാഹിം ഒരുപാട് ശ്രമിച്ചു. താനിഷ അടിസ്ഥാനപരമായി മുസ്ലിമാണ്. മുസ്ലിമായ താനിഷ മുസ്ലിമായ ദാവൂദ് ഇബ്രാഹിമിനൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത് എന്നുള്ള ചോദ്യം ദാവൂദ് ഇബ്രാഹിമിനോടും താനിഷയോടും അടുപ്പമുള്ള ഇടനിലക്കാരെ കൊണ്ട് ദാവൂദ് ചോദിപ്പിച്ചു. ദാവൂദും ആ ചോദ്യം താനിഷയോട് നേരിട്ട് ചോദിച്ചു. പക്ഷേ ഒരു കാരണവശാലും ഛോട്ടാ രാജനെ തള്ളിപ്പറയുന്ന ഒരു പരിപാടിക്കും താനില്ല എന്ന് താനിഷ തീർത്തു പറയുകയായിരുന്നു. ഛോട്ടാ രാജനുമായിട്ടുള്ള അടുപ്പം ഈ സമയത്തൊക്കെ താനിഷ അവനെ ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു. ഛോട്ടാ രാജനെ ദുബായിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് IBയും റോയും ചേർന്നാണെന്നുള്ള കാര്യം പലപ്പോഴും കൂട്ടുകാരോട് സംസാരിക്കുന്ന അവസരത്തിൽ താനിഷ പങ്കുവയ്ക്കുകയും ചെയ്യും. അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ താനിഷ എടുത്തു പറയുന്ന ഒരു വാചകമുണ്ട്. ഞാനിപ്പോൾ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ IBക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള ഒരു ലേബൽ അവൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഉണ്ടാക്കാൻ
ബോധപൂർവമായ ഒരു പരിശ്രമം താനിഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 93 ആ ബോംബ് ബ്ലാസ്റ്റിന് ശേഷമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പൂനെയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമായി ബന്ധിപ്പിച്ച് ഒപ്പിടാനായി താനിഷ ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടറെ കാണുന്നത്. ഒരു ലേഡി ഇൻസ്പെക്ടറാണ്, ഒരു ചെറുപ്പക്കാരിയാണ്. ആ ചെറുപ്പക്കാരിക്ക് താനിഷയെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. താനിഷ കാണാനൊക്കെ സുമുഖനാണ്. താനിഷയോട് എന്താണ് ജോലി എന്നൊക്കെ ആ ലേഡി ഇൻസ്പെക്ടർ ചോദിച്ചപ്പോൾ താനിഷ ആ ലേഡി ഇൻസ്പെക്ടറോട് ചോദിച്ചു, സഞ്ജയ് ദത്തും മനീഷ കൊയ്രാളയും അഭിനയിച്ച ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിരുന്നു, കാർത്തൂസ് എന്ന പേരിൽ. അത് കണ്ടായിരുന്നു? ആ ലേഡി ഇൻസ്പെക്ടർ അങ്ങനെ ഒരു ചോദ്യം ആ ചെറുപ്പക്കാരൻ എന്തിനു ചോദിച്ചു എന്നറിയാനായി താനിഷയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ താനിഷ ആ ലേഡി ഇൻസ്പെക്ടറോട് പറഞ്ഞു, അത് എൻ്റെ കഥയാണ്. ഒരു അണ്ടർവേൾഡ് ഡോണിന്റെ കഥയാണ് സഞ്ജയ് ദത്തും മനീഷ കൊയ്രാളയും അഭിനയിച്ച ആ സിനിമ പറയുന്നത്. ആ സിനിമാ കഥയിലെ റിയൽ കഥാപാത്രം തൻ്റെ മുന്നിൽ നിൽക്കുന്ന കക്ഷിയാണെന്ന് കേട്ടപ്പോൾ ശരിക്കും ആ ലേഡി ഇൻസ്പെക്ടറുടെ കണ്ണ് തള്ളിപ്പോയെന്ന് പറയാം. ഈ സംഭവത്തിന് ഒരുപാട് ആളുകൾ ദൃക്സാക്ഷികളാണ്. ദാവൂദ് ഇബ്രാഹിം ചോട്ടാരാജനും 80 മുതൽ 90 വരെയുള്ള ഘട്ടത്തിൽ ബോംബെയിൽ അവരുടെ സാമ്രാജ്യം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സമാന്തരമായി മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിരുന്നു. അതിൽ ഒന്ന് ദിൽഷാദ് മിർസ ബെഗ് എന്ന വ്യക്തിയുമായി കണക്റ്റഡ് ആണ്. അയാള് ഡി കമ്പനിക്ക് എതിരായിട്ടുള്ള ചില കക്ഷികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കക്ഷിയാണ്. ഈ സമയത്ത് ഇന്ത്യയുടെ രാജസ്ഥാനും പഞ്ചാബുമായി ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കറാച്ചി മുതൽ ലാഹോർ വരെ വരുന്ന ആ ഭാഗം ഏതാണ്ട് പൂർണ്ണമായും ഇന്ത്യൻ സേനയുടെ നിയന്ത്രണത്തിലാണ്. എപ്പോഴും അവിടെ കർക്കശമായ നിരീക്ഷണം ഉണ്ടാവും. ആ ബോർഡർ വഴി ആയുധങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ കടത്തുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഡി കമ്പനി ഉൾപ്പെടെയുള്ള എല്ലാ അധോലോക സംഘങ്ങൾക്കും ഇന്ത്യൻ അതിർത്തിയിലെ ആ കർക്കശമായ നിരീക്ഷണം ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് കള്ളക്കടത്തായി പിന്നെ സാധനം കൊണ്ടുവരാൻ കഴിയുന്നത് കടൽ മാർഗമാണ്. കടലിലും നേവിയുടെ പട്രോളിംഗും ഉണ്ട്. ഹാജി മസ്താനും വരദരാജ മുതലിയാരും ഒക്കെ കടൽ റൂട്ടാണ് കള്ളക്കടത്തിന് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത്. ആ കടൽ റൂട്ടിൽ വ്യാപകമായ നേവി പരിശോധന തുടങ്ങിയപ്പോൾ കള്ളക്കടത്തിന് പുതിയ വഴികൾ കണ്ടുപിടിക്കാൻ ഡി കമ്പനിയും എതിരാളികളും ഒക്കെ ഒരുപോലെ നിർബന്ധിതരാകുന്ന ഘട്ടമാണ്. ആ സമയത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ അധോലോകങ്ങളുടെയും ശ്രദ്ധ പതിഞ്ഞത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയാണ്. ഉത്തർപ്രദേശും നേപ്പാളും അതിർത്തി പങ്കിടുന്ന ഭാഗത്തുകൂടി ഇന്ത്യയിലേക്ക് കടക്കാനും തിരിച്ച് നേപ്പാളിലേക്ക് കടക്കാനും ഒരുപാട് മാർഗങ്ങളുണ്ട്. മലകളും മലയിടുക്കുകളും ഒക്കെ ആയതുകൊണ്ട് അവിടെ മുഴുവൻ സൈന്യത്തെയോ അതിർത്തി രക്ഷാ സേനയോ വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെയേറെ ഗ്യാപ്പ് ഓരോ ചെക്ക് പോയിന്റിനും ഇടയിലുണ്ട്. അതുവഴി ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കും നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാം. ആ റൂട്ടുകൾ ശരിക്കും മനപ്പാടമാണ് ഉത്തർപ്രദേശുകാരനായ ദിൽഷാദ് മിർസ ബെഗിന്. ദിൽഷാദ് മിർസ ബെഗ് യഥാർത്ഥത്തിൽ ഡി കമ്പനിയുടെ എതിരാളികളായ മറ്റ് അധോലോകക്കാരുമായി കണക്ട് ചെയ്ത് ധാരാളം കള്ളക്കടത്ത് ആക്ടിവിറ്റീസിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഈ മിർസ ബെഗ് യു പിയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ നേരെ നേപ്പാളിലേക്ക് കടക്കും. നേപ്പാളിൽ അയാൾക്കൊരു ഹൈഡ് ഔട്ട് ഉണ്ട്. അയാൾ ഒരു തവണ ഒരു പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടാനായി നേപ്പാളിലേക്ക് കടന്നപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് ആ വിവരം ഇന്റർപോളിനെ അറിയിച്ചു. ഇന്റർപോള് മിർസ ബെഗിനെതിരെ ഒരു റെഡ് കോർണർ നോട്ടീസ് ഇറക്കി. ഇന്റർപോള് ഒരു റെഡ് കോർണർ നോട്ടീസ് ഇറക്കിയോടുകൂടി മിർസ ബെഗ് അടവ് ഒന്ന് മാറ്റിപ്പിടിച്ചു. അയാള് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചിട്ട് നേപ്പാൾ പൗരത്വം എടുത്തു. അയാൾ പതുക്കെ പതുക്കെ അവിടുത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. മതം ഉപയോഗിച്ച് രാഷ്ട്രീയം എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഈ മിർസ ബെഗ്. മിർസ ബെഗ് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുള്ള കക്ഷിയാണ്. നേപ്പാളിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ കയ്യിലെടുത്ത മിർസ ബെഗ് അതിവേഗമാണ് അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരുന്നത്. പെട്ടെന്ന് തന്നെ അയാൾ അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമായി മാറുകയും ഇലക്ഷനിൽ വിജയിച്ച് MP ആവുകയും ചെയ്തു.
MP ആയെന്ന് മാത്രമല്ല, അയാൾ തുടർച്ചയായി മന്ത്രിയാകാനും തുടങ്ങി. നേരത്തെ ദാവൂദ് ഇബ്രാഹിമിന്റെ എതിരാളിയായിരുന്ന ആളാണ് മിർസ ബെഗ്. പക്ഷെ മന്ത്രിയായി കഴിഞ്ഞതോടുകൂടി ബന്ധമുണ്ടാക്കാൻ ദാവൂദ് ഇബ്രാഹിം ശ്രമിച്ചപ്പോൾ മിർസ ബെഗ് വഴങ്ങി. അതിന്റെ കാരണം പാകിസ്ഥാൻ ചാരസംഘടനയായ ISA ആണ്. ISA ദാവൂദ് ഇബ്രാഹിമിന്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ള കാര്യം കാഠ്മണ്ഡുവിൽ താവളം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്ന മിർസ ബെഗിന് നന്നായിട്ട് അറിയാം. മിർസ ബെഗും ദാവൂദ് ഇബ്രാഹിമും തമ്മിൽ ടൈപ്പ് ആയതോടുകൂടി നേപ്പാൾ വഴിയുള്ള ആയുധക്കടത്തും മറ്റ് കള്ളക്കടത്ത് സാധനങ്ങളുടെ സുഗമമായ ഒഴുക്കുമൊക്കെ ദാവൂദിന് വളരെ എളുപ്പമായി മാറി. കപിലവസ്തു എന്ന പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് 94 ഈ മിർസ ബെഗ് നേപ്പാൾ പാർലമെന്റിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുന്നത്. ആ സമയത്താണ് അയാൾ മന്ത്രിയാകുന്നത്. ഈ മിർസ ബെഗ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് പോലും അയാളുടെ ആ കൃഷ്ണനഗറിലുള്ള ബംഗ്ലാവിൽ ഇന്ത്യയിലേക്ക് കടത്താനുള്ള ആയുധങ്ങൾ സൂക്ഷിച്ച കക്ഷിയാണ്. ശരിക്കും ആയുധങ്ങളും മറ്റ് സാധനങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു ഒളിത്താവളമായി കൃഷ്ണനഗറിലുള്ള അയാളുടെ വസതി മാറി. മിർസ ബെഗ് മന്ത്രിയാകുന്നതിനും ഏകദേശം 1 കൊല്ലം മുമ്പാണ് ബോംബെയിലെ ആ സ്ഫോടന പരമ്പര നടന്നത്. ആ സ്ഫോടന പരമ്പര കഴിഞ്ഞപ്പോൾ ആ സ്ഫോടന പരമ്പരയിൽ പങ്കെടുത്ത ആളുകളെ ഉത്തർപ്രദേശ് വഴി നേപ്പാൾ വഴി രക്ഷപ്പെടാൻ സഹായിച്ചത് മിർസ ബെഗാണ്. മിർസ ബെഗിന്റെ ഒളിത്താവളങ്ങളിലാണ് അവർ ആദ്യം എത്തിയത്. അതിനുശേഷമാണ് അയാൾ ഇലക്ഷൻ മത്സരിക്കുന്നതും വിജയിക്കുന്നതും MP ആകുന്നതും മന്ത്രിയാകുന്നതും ഒക്കെ. പാകിസ്ഥാൻ ചാരസംഘടനയായ ISAക്ക് ബോംബെ സ്ഫോടന പരമ്പരയ്ക്ക് മുമ്പ് തന്നെ മിർസ ബെഗുമായി നല്ല ടൈപ്പുണ്ട്. ബോംബെ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും മേമൻ കുടുംബവുമായി ബന്ധപ്പെട്ട് ദാവൂദ് ഇബ്രാഹിം ആണെങ്കിലും ആ പരമ്പര കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പരമ്പരയിൽ ബന്ധപ്പെട്ട ആളുകളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് മറ്റൊരു മേഖല വഴിയാണ്. അവരുടെ ആ രക്ഷപ്പെടൽ സംവിധാനത്തിന് വേണ്ടി ISA ബന്ധിപ്പിച്ച് നിർത്തിയിരുന്ന കക്ഷിയാണ് ഈ മിർസ ബെഗ്. മിർസ ബെഗും ദാവൂദ് ഇബ്രാഹിമും തമ്മിൽ ആ സമയത്ത് ഒരു കണക്ഷനുമില്ല. അതിനുശേഷമാണ് ദാവൂദുമായി മിർസ കണക്ഷൻ ആവുന്നത്. മിർസ ബെഗും ദാവൂദ് ഇബ്രാഹിമും തമ്മിൽ ശരിക്കും നല്ലൊരു അടുപ്പം ആയ ഈ സമയത്താണ് ഛോട്ടാ രാജന്റെ കമ്പനിയും ദാവൂദ് ഇബ്രാഹിമിന്റെ D കമ്പനിയും തമ്മിൽ ശരിക്കും പൊരിഞ്ഞ പോര് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബോംബെ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം D കമ്പനിയെ തറപറ്റിക്കാനായി ഛോട്ടാ രാജൻ പഠിച്ച പണി 18 നോക്കുകയാണ്. ഛോട്ടാ രാജനെയും ഗ്യാങ്ങിനെ ഇല്ലാതാക്കാനായി D കമ്പനിയുടെ ദാവൂദ് ഇബ്രാഹിമും അയാളുടെ ഗ്യാങ്ങിനെ ഇറക്കിയിരിക്കുകയാണ്. ബോംബെയിൽ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ആളുകളെ തിരഞ്ഞു പിടിച്ച് ഛോട്ടാ രാജൻ വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഛോട്ടാ രാജന് അവരെക്കുറിച്ചുള്ള വിവരം പല സ്ഥലത്തു നിന്നും ചോർന്നു കിട്ടുന്നുണ്ട്. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് കൊന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഛോട്ടാ രാജൻ നിർണായകമായ ആ തീരുമാനമെടുത്തു. ദാവൂദ് ഇബ്രാഹിമിനെ അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണ് ഛോട്ടാ രാജൻ എടുത്തത്. ദാവൂദ് ഇബ്രാഹിമിനെ അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കാൻ പറ്റിയ കക്ഷിയായി ഛോട്ടാ രാജൻ മനസ്സിൽ കണ്ടത് സാക്ഷാൽ താനഷയാണ്. അങ്ങനെയാണ് 1997 താനിഷ പാകിസ്ഥാനിലെ കറാച്ചിയിൽ എത്തുന്നത്. താനിഷയ്ക്കും താനിഷയുടെ കൂടെയുള്ള ഗ്യാങ്ങിനും രാജൻ പാകിസ്ഥാനിൽ അവരുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടി എല്ലാവർക്കും നേപ്പാളി പാസ്പോർട്ടുകൾ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ താനിഷയും കൂട്ടരും ആ സമയത്ത് പാകിസ്ഥാനിൽ നേപ്പാളി പൗരന്മാരായിട്ടാണ് രംഗപ്രവേശം ചെയ്തതെന്നാണ്. 97 ഫെബ്രുവരി മാസത്തിൽ വസ്ത്രവ്യാപാരികളുടെ വേഷത്തിൽ തനാഷയും വിക്കി മൽഹോത്രയും കൂടി കറാച്ചിയിലെത്തി. കറാച്ചിയിൽ ദാവൂദ് ഇബ്രാഹിം താമസിക്കുന്ന ആ ഡിഫൻസ് കോളനിയിൽ തന്നെയാണ് അവരെത്തിയത്. അവിടെ എത്തിയ അവർ ദാവൂദിൻ്റെ ആ സാമ്രാജ്യം രഹസ്യമായി നിരീക്ഷിച്ചു തുടങ്ങി. ഏകദേശം ഒരാഴ്ചയോളം താനിഷയും വിക്കി മൽഹോത്രയും ദാവൂദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു. ദാവൂദ് എപ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, ഇറങ്ങിയാൽ തന്നെ ദാവൂദ് എങ്ങോട്ടാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ നിരീക്ഷിക്കായിരുന്നു. ഫെബ്രുവരിയിൽ ഏകദേശം ഒരാഴ്ച നിരീക്ഷിച്ചു കഴിഞ്ഞതും അവർ രണ്ടുപേരും മടങ്ങിപ്പോയതിനു ശേഷം തിരിച്ച് മാർച്ച് മാസത്തിൽ താനിഷ മാത്രം കറാച്ചിയിലേക്ക് മടങ്ങി വന്നു. 97 മാർച്ച് മാസത്തിൽ കറാച്ചിയിലെ ഡിഫൻസ് കോളനിയിലെത്തിയ തനാഷ അവിടെ അൽ മസൂർ എന്ന ബിൽഡിങ്ങിലാണ് ഒരു മുറി എടുത്തത്.
അവിടെ വെച്ച് ജുനൈദ് എന്നു പേരുള്ള ഒരാളുമായി താനാഷ കമ്പനിയായി. ഈ ജുനൈദ് ഒരു ആയുധ കച്ചവടക്കാരനാണ്. ആയുധങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സപ്ലൈ ചെയ്യാമെന്ന് ജുനൈദ് പറഞ്ഞപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കാമെന്ന് ജുനൈദിന് താനിഷ വാക്കുകൊടുക്കുകയും ചെയ്തു. താനിഷ അവിടെ താമസമാക്കി ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞതും വിക്കി മൽഹോത്ര ഒരു ഏഴംഗ ടീമുമായി അവിടെ എത്തി. എല്ലാവരും ആയുധധാരികളാണ്. ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കാൻ ഇറങ്ങുമ്പോൾ വൻതോതിൽ ആയുധങ്ങൾ കരുതണമെന്നുള്ള കാര്യം വിക്കി മൽഹോത്രയ്ക്കും കൂട്ടർക്കും അറിയാം. ആ ടീം താനിഷയുടെ നേതൃത്വത്തിൽ ദാവൂദിനെ നിരീക്ഷിച്ചു തുടങ്ങി. 97 ഫെബ്രുവരിയിലാണ് താനിഷയും വിക്കി മൽഹോത്രയും ആദ്യമായി കറാച്ചിയിൽ എത്തുന്നത്. മാർച്ചിൽ രണ്ടാമതെത്തിയിട്ടും വിക്കിക്കോ താനിഷയ്ക്കോ ദാവൂദിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ദാവൂദുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും വളരെ വളരെ രഹസ്യമായിട്ടാണ് അവിടെ നടക്കുന്നത്. ദാവൂദ് താമസിക്കുന്ന വസതിക്ക് സമീപത്തേക്ക് ഒരു കുഞ്ഞിന് പോലും പ്രവേശനമില്ല. ദാവൂദിന്റെ വസതിയിലേക്ക് പോകുന്ന വഴിയിൽ ഇരുപുറത്തും അസൾട്ട് റൈഫിളുകളുമായി അനവധി ആളുകൾ കാവൽ നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകാൻ കഴിയില്ല. ദാവൂദിനെ കൊല്ലാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന താനിഷയും വിക്കി മൽഹോത്രയും മാർച്ചിൽ കുറേ ദിവസം അവിടെ തങ്ങിയെങ്കിലും ദാവൂദിനെ കാണാൻ പോലും പറ്റാതായതുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി. പിന്നീട് താനിഷ കറാച്ചിയിൽ മടങ്ങിയെത്തുന്നത് 2 മാസങ്ങൾക്ക് ശേഷമാണ്. അതായത് മെയ് മാസത്തിൽ. 97 മെയ് മാസത്തിൽ താനിഷ കറാച്ചിയിലേക്ക് ഓടിയെത്താൻ ഒരു കാരണമുണ്ട്. ദാവൂദിന്റെ മകൾ മരിയ മലേറിയ ബാധിച്ച് മരിച്ച വിവരം രഹസ്യ ചാരന്മാർ വഴി ഛോട്ടരാജൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിവരം ഛോട്ടരാജൻ താനിഷയോട് പങ്കുവച്ചപ്പോഴാണ് താനിഷ കറാച്ചിയിലേക്ക് ഓടിയെത്തിയത്. മലേറിയ ബാധിച്ച് മരിച്ച മകളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി സ്വാഭാവികമായിട്ടും ദാവൂദ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നിർബന്ധിതനാകും. അവളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അധികം സെക്യൂരിറ്റി സ്വാഭാവികമായും ഉണ്ടാകത്തില്ല. ആ സമയത്ത് ദാവൂദിന് തീർക്കാം എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് താനിഷ കറാച്ചിയിൽ ഓടിയെത്തിയിരിക്കുന്നത്. ദാവൂദിനെ കൊല്ലാനായി കറാച്ചിയിൽ ഓടിയെത്തിയ താനിഷയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ കഥ മനസ്സിലായി. ദാവൂദ് അയാളുടെ മകളുടെ മരണം തികച്ചും രഹസ്യ പരിപാടിയാക്കി കൊണ്ടു നടത്തുകയാണ്. ഒരു തരത്തിലും പബ്ലിക്കിനെ അറിയിക്കാതെ അവളുടെ ശവസംസ്കാര ചടങ്ങ് നടത്താനാണ് ദാവൂദിന് തീരുമാനം. പബ്ലിക്കായിട്ട് പുറത്തു വരാൻ ദാവൂദ് തയ്യാറാകാതെ വന്നപ്പോൾ അവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ താനിഷ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് 2-3 മാസങ്ങൾക്ക് ശേഷമാണ് താനിഷ വീണ്ടും കറാച്ചിയിലെത്തിയത്. കറാച്ചിയിൽ താനിഷ എത്തി ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഛോട്ടരാജൻ താനിഷയെ വിളിച്ചിട്ട് വേഗം അവിടെ നിന്ന് മടങ്ങാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ കാരണം താനിഷ കറാച്ചിയിൽ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ടീമിന് കിട്ടിയെന്നുള്ള വിവരം ഛോട്ടരാജൻ അറിഞ്ഞതാണ്. ഛോട്ടരാജൻ ആവശ്യപ്പെട്ട അനുസരിച്ച് താനിഷ ഉടൻ തന്നെ കറാച്ചിയിൽ നിന്ന് മുങ്ങി. ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ് അംഗങ്ങളുടെ കയ്യിൽ താനിഷയുടെ ഫോട്ടോ വരെ എത്തിയെന്നുള്ള വിവരമാണ് ഛോട്ടരാജൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് താനിഷയോട് വേഗം മുങ്ങാൻ ഛോട്ടരാജൻ ആവശ്യപ്പെട്ടത്. 1997 മാത്രം 5 തവണയാണ് താനിഷ കറാച്ചിയിലെത്തിയത്. ദാവൂദ് ഇബ്രാഹിമിനെ കൊലപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് താനിഷ കറാച്ചിയിലെത്തിയത്. ആ 5 തവണയും ദാവൂദ് ഇബ്രാഹിമിനെ കാണാൻ പോലും താനിഷയ്ക്ക് പറ്റിയില്ല എന്നതാണ് സത്യം. ദാവൂദ് ഇബ്രാഹിമിനെ അങ്ങനെ നേരിട്ട് കാണാൻ പോലും പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൊലപ്പെടുത്താൻ പറ്റും? സ്വാഭാവികമായിട്ട് താനിഷ ആ ചോദ്യം ഛോട്ടരാജനോട് നേരിട്ട് ചോദിച്ചു. ദാവൂദ് ഇബ്രാഹിമിനെ അവസാനിക്കാൻ പറ്റിയില്ലെങ്കിലും ദാവൂദിന്റെ കൈകൾ ഒന്നൊന്നായി ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഛോട്ടരാജൻ അറിയാം. ഛോട്ടരാജൻ ആ കാര്യം ബോംബെയിൽ ഏതാണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവൂദ് ഇബ്രാഹിമിന്റെ പ്രധാന കക്ഷികളൊക്കെ തിരഞ്ഞു പിടിച്ച് ഛോട്ടരാജൻ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഛോട്ടരാജന്റെ ശ്രദ്ധ നേപ്പാൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന UP-കാരനായ മിർസ ബെഗിൽ പതിയുന്നത്. മിർസ ബെഗിനെ ഛോട്ടരാജനും പരിചയമുണ്ട്. ദാവൂദ് ഇബ്രാഹിമും ഛോട്ടരാജനും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്കെതിരായി പ്രവർത്തിക്കുന്ന ഗ്യാങ്ങുകളുടെ ഭാഗമായിരുന്ന കക്ഷിയാണ് ഈ മിർസ ബെഗ്. ആ മിർസ ബെഗാണ് 93-ലെ ആ ബോംബ് സ്ഫോടനത്തിൽ പങ്കാളികളായ ആളുകളെ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചെന്നുള്ള കാര്യവും രാജന് ഇപ്പം ഏകദേശം അറിയാം.
ബോംബെ സ്ഫോടനത്തോട് മാനസികമായ എതിർപ്പുള്ള ഛോട്ടാ രാജൻ മിർസയെ അവസാനിപ്പിക്കാനായി മനസ്സിൽ തീരുമാനം എടുത്തിരിക്കുന്ന കക്ഷി കൂടിയാണ്. ദാവൂദ് ഇബ്രാഹിമിനെ ഇല്ലാതാക്കാൻ പറ്റാതെ വന്നതും താനിഷയും കൂട്ടരെയും തിരിച്ചു വിളിച്ച ഛോട്ടാ രാജൻ അവർക്ക് ഒരു ടാർഗറ്റ് കൊടുത്തു. അതാണ് മിർസ ബെഗ്. മിർസ ബെഗ് ദാവൂദിന്റെ നേപ്പാളിലെ നട്ടെല്ലാണ്. നേപ്പാളിലുള്ള എല്ലാ ഓപ്പറേഷൻസും നിയന്ത്രിക്കുന്നത് മിർസ ബെഗാണ്. മിർസ ബെഗിനെ അവസാനിപ്പിക്കാൻ പറ്റിയാൽ ദാവൂദിന് അതൊരു കനത്ത അടിയാവും. ദാവൂദ് കൊല്ലപ്പെട്ടതിന് തുല്യമാണ് നേപ്പാളിൽ മിർസ ബെഗ് കൊല്ലപ്പെടുന്നത്. കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത ഛോട്ടാ രാജൻ താനിഷയും 5 പേരടങ്ങിയ ഒരു ഗ്രൂപ്പിനെയും നേപ്പാളിലേക്ക് കടത്തി. നേപ്പാളിലെ അതിർത്തി ഗ്രാമമായ റാക്സിൽ വഴി നേപ്പാളിലേക്ക് കടന്ന താനിഷയ്ക്കും അയാളുടെ കൂടെയുള്ള 5 പേർക്കും സപ്പോർട്ട് മെക്കാനിസം ഒരുക്കാനായി അവിടെ ആ സമയത്ത് ഛോട്ടാ രാജന്റെ വലങ്കിയായ രോഹിത് വർമ്മയുണ്ട്. അയാളൊരു ഷാർപ്പ് ഷൂട്ടറാണ്. രോഹിത് വർമ്മ മാത്രമല്ല ആ സമയത്ത് താനിഷയെ സഹായിക്കാനുള്ളത്. ദില്ലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അധോലോക രാജാവായ ബബ്രു ശ്രീവാസ്തവയും ഈ മിർസ ബെഗിനെ അവസാനിപ്പിക്കാനായി കാത്തിരിക്കുന്ന ആളാണ്. അയാളും മിർസയെ അവസാനിപ്പിക്കാനുള്ള താനിഷയുടെ ദൗത്യത്തിന് ആവശ്യമായ സംരക്ഷണം കൊടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നു. മിർസ ബെഗിന്റെ കൃഷ്ണനഗറിലുള്ള വസതിക്ക് സമീപത്തുള്ള ഒരു ഗ്രാമത്തിലാണ് താനിഷ സെറ്റിലായത്. അവിടെ താമസിച്ചു തുടങ്ങിയ താനിഷ മിർസയെ പതുക്കെ നിരീക്ഷിക്കുകയാണ്. മിർസയെ ഏതാനും ദിവസങ്ങൾ നിരീക്ഷിച്ചപ്പോൾ തന്നെ താനിഷയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ മിർസ ബെഗിന് 2 ഭാര്യമാരുണ്ട്. അയാൾ മിക്കവാറും എല്ലാ ദിവസവും 2 ഭാര്യമാരെയും പോയി കാണാറുണ്ട്. ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് ഷട്ടിലടിക്കുന്ന ഒരു പ്രകൃതം അയാളുടെ ജീവിതചര്യയുടെ ഭാഗമാണ്. ചിലപ്പോൾ 2 ദിവസമൊക്കെ ഒരു വീട്ടിലായിരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പോകും. എന്തായാലും അയാൾ 2 വീട്ടിലും മുടങ്ങാതെ പോകാറുണ്ട്. ആ കാര്യം ഉറപ്പാക്കിയതും താനിഷയും കൂട്ടരും അയാൾ വരാൻ സാധ്യതയുള്ള 2ാമത്തെ ഭാര്യയുടെ വീടിന് സമീപത്തായി നിലയുറപ്പിച്ചു. കൃഷ്ണനഗറിൽ തന്നെയുള്ള ചബാഹിൽ ഏരിയയിലെ സിബാഹിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വസതിയിലേക്കാണ് ഈ മിർസ ബെഗ് അയാളുടെ ഒളിസങ്കേതത്തിൽ നിന്ന് എത്തുന്നത്. 98 ജൂൺ 28 രാത്രി 9:30 മിർസ ബെഗ് 2ാം ഭാര്യയെ കാണാനുള്ള സന്തോഷത്തോടു കൂടി ഒളിസങ്കേതത്തിൽ പുറത്തു കടന്ന് ആ സിഫാൽ മേഖലയിലെത്തി. സിഫാലിലെ വീടിന് മുന്നിൽ കാറ് എവിടെ നിർത്തുമെന്ന് വരെ നേരത്തെ ഐഡന്റിഫൈ വെച്ചിരുന്ന താനിഷയും കൂട്ടരും ഇരുട്ടത്ത് അങ്ങനെ പതുങ്ങി നിൽക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ച സ്ഥലത്ത് തന്നെ മിർസ ബെഗിന്റെ കാർ വന്ന് നിൽക്കുകയും അതിൽ നിന്ന് മിർസ ബെഗ് പുറത്തിറങ്ങുകയും ചെയ്തു. പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ആ അധോലോക രാജാവും MP-യും മന്ത്രിയുമൊക്കെ ആയ മിർസ ബെഗ് കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ആ നിമിഷത്തിൽ താനിഷ അയക്ക് നേരെ നിറയൊഴിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മിർസയ്ക്ക് മനസ്സിലാക്കി മുമ്പ് താനിഷയുടെ കണ്ണിൽ നിന്ന് മാത്രമല്ല താനിഷയ്ക്ക് ഒപ്പമുള്ള ആളുകളുടെ കണ്ണിൽ നിന്നും തുരുതുര വെടിയുണ്ടകൾ മിർസ ബെഗിന്റെ പുറത്തേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി. വെടിയേറ്റ് വീണിരിക്കുന്നത് ശരിക്കും നേപ്പാളിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആ നിമിഷം രക്ഷപ്പെടുക എന്നുള്ളത് താനിഷയുടെയും കൂട്ടരുടെയും അടിയന്തര ആവശ്യമാണ്. അവർ നേരത്തെ തീരുമാനിച്ചുറച്ചതുപോലെ പല വഴികളിലൂടെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ താനിഷയ്ക്ക് ഒരു അബദ്ധം പറ്റി. താനിഷയ്ക്ക് നേപ്പാള് വിട്ടുപോകാനുള്ള പാസ്പോർട്ടും സംവിധാനങ്ങളും ഒക്കെ രോഹിത് വർമ്മയുടെ ബാഗിലായിപ്പോയി. രോഹിത് വർമ്മയും ബാക്കിയുള്ള ആളുകളും പല വഴിയിലൂടെ നേപ്പാളിൽ നിന്ന് പുറത്തു കടന്നു. താനിഷ നേപ്പാൾ പെട്ടതുപോലെയായി. MP കൂടിയായ മിർസ ബെഗാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേപ്പാൾ പോലീസ് കൊലപാതകളെ കണ്ടെത്താനായി സകല റോഡുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. താനിഷയ്ക്ക് രോഹിത് വർമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗവുമില്ലാതായതും താനിഷ ആ ഭാഗത്ത് കണ്ട ഒരു ചെറു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു. അവിടെ ഒരു യുവതി ഉണ്ടായിരുന്നു. ആ യുവതിയുടെ പേര് രേഷ്മ എന്നാണ്. താനിങ്ങനെ ജോലി അന്വേഷിച്ച് നേപ്പാളിൽ വന്നതാണെന്നും അവൻ്റെ ഡോക്യുമെന്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നും തിരിച്ചു പോകാൻ ഒരു മാർഗമില്ലാത്ത ഒരു ഇന്ത്യൻ പൗരനാണ് താനെന്നൊക്കെ രേഷ്മയോട് താനിഷ പറഞ്ഞു. താനിഷ വളരെ വിദഗ്ധമായിട്ട് ആ കാര്യങ്ങൾ രേഷ്മയോട് പറഞ്ഞപ്പോൾ രേഷ്മ അയാളെ സഹായിക്കാമെന്നേറ്റു. രേഷ്മയ്ക്ക് ഈ വ്യാജ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കുന്ന
ഒരാളുമായി പരിചയമുണ്ട്. രേഷ്മ താനിഷയെ ആ ആളുടെ അടുത്ത് കൊണ്ടുപോയി. ആ ആളുടെ അടുത്ത് കൊണ്ടുപോയ നിമിഷത്തിൽ രേഷ്മ ആ വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്ന ആളോട് താനിഷയെക്കുറിച്ച് പറഞ്ഞത് താനിഷ അയാളുടെ ഭർത്താവാണെന്നാണ്. അവൾ പറഞ്ഞ പേരിന് ഡോക്യുമെൻ്റ് ആ വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്ന ആൾ രേഷ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. പറഞ്ഞതുപോലെ കാഠ്മണ്ഡുവിൽ നിന്ന് ദില്ലിയിലേക്ക് പറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും പൂർത്തിയായ ദിവസം താനിഷ രേഷ്മയോട് ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. കൊല്ലപ്പെട്ട മിർസ ബെഗിനെ വെടിവെച്ച് കൊന്നത് താനാണെന്നുള്ള വിവരം വരെ രേഷ്മയോട് താനിഷ സമ്മതിച്ചു. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി താനിഷ പറഞ്ഞു, രേഷ്മയെ അയാൾക്ക് ഇഷ്ടമാണെന്ന്. മിർസ ബെഗിനെ കൊലപ്പെടുത്തിയ ആളാണ് താനിഷ എന്ന് കേട്ടിട്ടും കുലുങ്ങാതിരുന്ന രേഷ്മ തന്നെ താനിഷയ്ക്ക് ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ അയാൾക്കൊപ്പം ദില്ലിക്ക് തിരിക്കാൻ തീരുമാനിച്ചു. ദില്ലിയിൽ പറന്നിറങ്ങിയ താനിഷയ്ക്കൊപ്പം രേഷ്മ ഉണ്ടായിരുന്നു. രേഷ്മയ്ക്ക് കുറച്ച് ബന്ധുക്കൾ ദില്ലിയിലുണ്ട്. രേഷ്മ താനിഷയെ അവർക്ക് അടുത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ വെച്ച് രണ്ടുപേരും വിവാഹിതരാകുകയും ചെയ്തു. രേഷ്മയെ വിവാഹം കഴിച്ച താനിഷ രേഷ്മയുമായിട്ടാണ് മുംബൈയിലെ ചെമ്പൂരിൽ മടങ്ങിയെത്തുന്നത്. അവിടെ താനിഷയുടെ ഒന്നാം ഭാര്യ ഷെഹനാസ് ഉണ്ട്. ഷെഹനാസിന് രേഷ്മയെ താനിഷ പരിചയപ്പെടുത്തി കൊടുത്തു. രേഷ്മയെ വിവാഹം കഴിക്കേണ്ടി വന്ന സാഹചര്യവും ഷെഹനാസിനോട് താനിഷ പറയുകയും ചെയ്തു. എന്തായാലും ഷെഹനാസ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഷെഹനാസിനും രേഷ്മയ്ക്കൊപ്പം ചെമ്പൂരിലായി താനിഷയുടെ തുടർന്നുള്ള താമസം. ഈ സമയത്താണ് ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കാനുള്ള അടുത്ത പ്ലാന് ഉണ്ടാക്കപ്പെടുന്നത്. അത് സംഭവിക്കുന്നത് 98 ഒക്ടോബർ മാസത്തിലാണ്. ഈ സമയത്ത് താനിഷയ്ക്ക് പകരം ഛോട്ടാ രാജൻ കറാച്ചിയിലേക്ക് ആദ്യം അയച്ചത് നയൻ എന്നു പേരുള്ള ഒരാളെയാണ്. താനിഷയുടെ ഫോട്ടോ ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്രൂപ്പിൽ പല ആളുകളുടെ കൈവശമുണ്ട്. കറാച്ചിയിലെങ്ങാനും താനിഷയെ കണ്ടാൽ ISA ആ നിമിഷം താനിഷയെ പൊക്കുമെന്ന് ഛോട്ടാ രാജൻ അറിയാം. അതുകൊണ്ടാണ് നയനെ അവിടെ ഇറക്കിയത്. നയൻ ജുനൈദിന്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ദാവൂദ് ഇബ്രാഹിമിനെ കണ്ടുപിടിക്കാൻ ഒരു പരിശ്രമം നടത്തിയെങ്കിലും ഒരാഴ്ച ശ്രമിച്ചിട്ടും നയന് ദാവൂദിന്റെ പൊടി പോലും കിട്ടിയില്ല. ഈ സമയത്താണ് മുംബൈയിൽ നിന്ന് കാഠ്മണ്ഡു വഴി കറാച്ചിയിൽ സാക്ഷാൽ താനിഷ എത്തുന്നത്. താനിഷയ്ക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കുക എന്നുള്ളത്. നയൻ എന്ന ഷാർപ്പ് ഷൂട്ടറെ ഛോട്ടാ രാജൻ ദാവൂദിനെ കൊല്ലാനായി ഇറക്കിയ കാര്യം അറിഞ്ഞതുകൊണ്ടാണ് താനിഷ കറാച്ചിയിൽ പറന്നിറങ്ങിയത്. അവിടെ ജുനൈദിനൊപ്പം കൂടിയ താനിഷ ഏകദേശം 2 ആഴ്ച അവിടെ തങ്ങിയെങ്കിലും ദാവൂദ് ഇബ്രാഹിമിനെ കിട്ടിയതേയില്ല. അതിനുശേഷം ഡിസംബർ മാസത്തിൽ താനിഷ നയനും വേറൊരു അസം ഖാനുമായിട്ട് വീണ്ടും കറാച്ചിയിലെത്തി. 98 ഡിസംബറിലെ താനിഷയുടെ കറാച്ചി യാത്ര എന്ന് പറയുന്നത് അയാളുടെ 7ാമത്തെ യാത്രയാണ്. ഈ 7 യാത്രയും അയാൾ കറാച്ചിയിലേക്ക് നടത്തിയത് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ വേണ്ടിയാണ്. 7ാമത്തെ യാത്ര കഴിഞ്ഞപ്പോൾ താനിഷയ്ക്കും ടീമിനും ഒരു കാര്യം ബോധ്യമായി. ഈ 7 യാത്രകളിലും അവർക്ക് ദാവൂദ് ഇബ്രാഹിമിനെ കാണാൻ പോലും പറ്റിയിട്ടില്ല. ദാവൂദിനെ അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ടു കിട്ടത്തില്ല. ദാവൂദിനെ കൊല്ലണമെങ്കിൽ വ്യക്തമായ പ്ലാൻ ഉണ്ടാകണം. ആ പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷമേ ഇനി ദാവൂദ് ഇബ്രാഹിമിനെ നോട്ടമിടാവൂ എന്ന തീരുമാനത്തിലേക്ക് താനിഷയും ടീമും എത്തിയതിനു ശേഷമാണ് അവർ അവിടെ നിന്ന് മടങ്ങിയത്. ദാവൂദ് ഇബ്രാഹിമിനെ ഇല്ലാതാക്കാനുള്ള പരിപാടികളുമായി ഛോട്ടാ രാജൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഛോട്ടാ രാജന്റെ ബാങ്കോക്കിലെ ഒളിത്താവളം ഛോട്ടാ ഷക്കീലും ദാവൂദ് ഇബ്രാഹിമും കണ്ടുപിടിക്കുന്നതും ഛോട്ടാ ഷക്കീലിന്റെ നിർദ്ദേശപ്രകാരം മുന്നാബായി ഛോട്ടാ രാജനെ ആക്രമിക്കുന്നത്. ഛോട്ടാ രാജനെ അവസാനിപ്പിക്കാനായി ഛോട്ടാ രാജന്റെ ആ ബാങ്കോക്കിലുള്ള വസതിയിലേക്ക് ഇരച്ചു കയറിയ മുന്നാബായിയെയും കൂട്ടരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഛോട്ടാ രാജൻ മതിൽ ചാടി രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് രക്ഷപ്പെട്ട ഛോട്ടാ രാജൻ ചെന്ന് കയറിയത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്. ശരിക്കും ഹോസ്പിറ്റലിനകത്ത് കയറി ഛോട്ടാ രാജൻ രക്ഷപ്പെടുകയായിരുന്നു. ഹോസ്പിറ്റലിനകത്ത് കയറി രക്ഷപ്പെട്ട ഛോട്ടാ രാജൻ ഹോസ്പിറ്റൽ ഉണ്ടെന്നുള്ള വിവരം ഇതിനിടയിൽ പോലീസ് അറിഞ്ഞു. പോലീസ് ആ എൻ്റെ ഹോസ്പിറ്റലും വളഞ്ഞു നിൽക്കുമ്പോൾ ഒരു ദിവസം തികച്ചും അപ്രതീക്ഷിതമായി ഛോട്ടാ രാജൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട ഛോട്ടാ രാജന്റെ ലക്ഷ്യം അപ്പോഴും ദാവൂദ് ഇബ്രാഹിമാണ്. ദാവൂദ് ഇബ്രാഹിമിനെ അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഛോട്ടാ രാജൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2005 ജൂണിൻ്റെ അവസാനം ഒരു വാർത്ത ഛോട്ടാ രാജൻ അറിയുന്നത്. ഛോട്ടാ രാജൻ അറിഞ്ഞ വാർത്ത
ഛോട്ടാരാജനെ മാത്രമല്ല മറ്റനവധി ഏജൻസികളെയും വ്യക്തികളെയും ഞെട്ടിച്ച ഒരു വാർത്തയാണ്. ദാവൂദ് ഹസൻ ഷെയ്ഖ് ഇബ്രാഹിം അയാളുടെ മകളുടെ വിവാഹം ക്ഷണിച്ച വാർത്തയാണ് പത്രത്തിലുള്ളത്. ദാവൂദ് ഇബ്രാഹിമിന്റെ മകൾ മാഹ് റൂഖും പാകിസ്ഥാൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന ജാവേദ് മിയാന്താദിന്റെ മകൻ ജുനൈദ് മിയാന്താദും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞുള്ള സൽക്കാര കർമ്മങ്ങൾ ദുബായിലെ ഹയാത്ത് ഹോട്ടലിൽ നടക്കുന്ന വിവരമാണ് ശരിക്കും ഒരു വാർത്തയായത്. ആ വിവാഹ അനന്തര ചടങ്ങ് നടക്കുന്നത് 2005 ജൂലൈ 23 വൈകുന്നേരമാണ്. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ ജാവേദ് മിയാന്താദിന്റെ മകനും ദാവൂദ് ഇബ്രാഹിമിന്റെ മകളും പങ്കെടുക്കുന്ന റിസപ്ഷൻ പാർട്ടി നടക്കുന്ന വിവരം ശരിക്കും ഒരു ഞെട്ടൽ പല കേന്ദ്രങ്ങളിലും ഉണ്ടാക്കി. ഞെട്ടിയവരുടെ കൂട്ടത്തിൽ ബ്രിട്ടന്റെ മിലിറ്ററി ഇന്റലിജൻസ് 6 MI6 ഉണ്ട്, അതുപോലെ ഇസ്രയേലിന്റെ മൊസാദ് ഉണ്ട്, ഇന്ത്യയുടെ IBM റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും ഉണ്ട്, അതുപോലെ പല ഏജൻസികളും. ദാവൂദ് ഇബ്രാഹിം 93 മുതൽ തികച്ചും അപ്രത്യക്ഷനാണ്. ഇതാ 12 കൊല്ലങ്ങൾക്ക് ശേഷം ദാവൂദ് ഇബ്രാഹിം പരസ്യമായി ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോവുകയാണ്. 93 വരെ പലപ്പോഴും ക്രിക്കറ്റ് കാണാൻ പോലും ദാവൂദ് ഇബ്രാഹിം വരുന്നത് പലരും കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആരും ദാവൂദിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നതാണ് സത്യം. ഇതാ ദാവൂദ് ആദ്യമായി ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ്. വിവരം ബാങ്കോക്കിലുള്ള ഛോട്ടാരാജനും അറിഞ്ഞു. ഇന്ത്യയിൽ IBM അതുപോലെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും ആ വിവരം അറിഞ്ഞു. ദാവൂദ് ഇബ്രാഹിമിന്റെ പിടിയിൽ നിന്ന് ഛോട്ടാരാജനെ ദുബായിൽ നിന്ന് രക്ഷിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനി അജിത് ഡോവലാണ്. അജിത് ഡോവൽ ഉടൻ തന്നെ ഛോട്ടാരാജനുമായി ബന്ധപ്പെട്ടു. ദുബായിൽ ഹോട്ടലിനകത്ത് നടക്കുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ ഇന്ത്യൻ കമാൻഡോസിനെ ഇറക്കി ദാവൂദ് ഇബ്രാഹിമിനെ അവസാനിപ്പിക്കുന്നത് ഒരു പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. ദുബായ് ഗവൺമെന്റുമായി ഇന്ത്യ ശാശ്വതമായി ഇടയേണ്ടി വരും. അത് ഒഴിവാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അവിടെ ഒരു ഗ്യാങ് വാർ ഉണ്ടാവുക. ഛോട്ടാരാജന്റെ ഗ്യാങ്ങും ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ്ങും തമ്മിൽ ഒരു വെടിവെപ്പ് ഉണ്ടാകട്ടെ. ആ വെടിവെപ്പിന്റെ ഫലമായിട്ട് ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെടുകയാണെങ്കിൽ ആരും ഇന്ത്യയെ സംശയിക്കില്ല. അതുകൊണ്ട് ഛോട്ടാരാജനോട് അജിത് ഡോവൽ ആവശ്യപ്പെട്ടത് ഷാർപ്പ് ഷൂട്ടേഴ്സായ ഛോട്ടാരാജന്റെ ആളുകളെ രംഗത്തിറക്കാനാണ്. അജിത് ഡോവലിന്റെ നിർദ്ദേശം കിട്ടിയതും ഛോട്ടാരാജൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ രംഗത്തിറക്കിയത് സാക്ഷാൽ തനേഷയും വിക്കി മൽഹോത്രയുമാണ്. വെസ്റ്റ് ബംഗാളിലെ 24 പർഗാനാസ് ജില്ല വഴി നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിക്കി മൽഹോത്രയും അതുപോലെ ഫരീദ് താനിഷിയും കടന്ന ആ നിമിഷത്തിൽ തന്നെ മുംബൈ അധോലോകവുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ മോണിറ്റർ ചെയ്യുന്ന മുംബൈയിലെ പോലീസ് സംഘം ആ വിവരം അറിഞ്ഞു. മീരാൻ ബോർവാക്കർ IPS ആണ് അന്ന് ബോംബെയിലെ ക്രൈംബ്രാഞ്ചിന് ഹെഡ് ചെയ്തത്. ശരിക്കും ഒരു ടഫ് ലേഡിയാണ് അവർ. വിട്ടുകൊടുക്കാൻ ഒട്ടും സമ്മതിക്കാത്ത അവർക്ക് ലഭിച്ച ആ ഇൻഫർമേഷൻ ഉടൻ തന്നെ അവരുടെ ഡെപ്യൂട്ടിയെ അറിയിച്ചു. ധനഞ്ജയ കമലാക്കറാണ് ഡെപ്യൂട്ടി ക്രൈംബ്രാഞ്ച് ACP എന്ന് പറയുന്നത്. ACP കമലാക്കർ ഇന്ത്യയിലേക്ക് വിക്കി മൽഹോത്രയും അതുപോലെ ഫരീദ് താനിഷി കടന്ന വിവരം വല്ലാത്തൊരു അമ്പരപ്പുഴയാണ് കേട്ടത്. 98 ജൂൺ മാസത്തിൽ നേപ്പാളിലെ ആ MP കൊല്ലപ്പെട്ടതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ താനിഷിയെക്കുറിച്ചും അതുപോലെ വിക്കി മൽഹോത്രയെക്കുറിച്ചും ഒരു വിവരങ്ങളും ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവരെക്കുറിച്ചുള്ള വിവരം ക്രൈംബ്രാഞ്ചിന് കിട്ടുന്നത്. അവരെ രണ്ടുപേരും ഇന്ത്യയിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. ഏതെങ്കിലും ഒരു ടാർഗറ്റ് ലക്ഷ്യമിട്ടുകൊണ്ടേ അവർ ഇന്ത്യയിലേക്ക് കടക്കൂ. ഇന്ത്യയിൽ ആരെയോ അവസാനിപ്പിക്കാൻ അവർക്ക് ആരോ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ആ കൊട്ടേഷൻ അവർ നടപ്പിലാക്കും മുമ്പ് രണ്ടുപേരെയും പിടികൂടുക എന്നതായി ACPയുടെയും അതുപോലെ കമ്മീഷണറുടെയും ലക്ഷ്യം. വെസ്റ്റ് ബംഗാളിലെ 24 പർഗാനാസ് ജില്ലയിലേക്ക് കടന്ന വിക്കി മൽഹോത്രയും അതുപോലെ ഫരീദ് താനിഷയും അവിടെ നിന്ന് നേരെ എത്തിയത് ദില്ലിയിലാണ്. അവരെ ക്ലോസായി മോണിറ്റർ ചെയ്യുന്ന മുംബൈ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ
ACP ധനഞ്ജയ കമലാക്കറും ഉടൻ ഡൽഹിയിൽ പറന്നിറങ്ങി. മുംബൈ ക്രൈംബ്രാഞ്ച് പോലീസിന്റെ ACP ദില്ലിയിൽ പറന്നിറങ്ങിയ കാര്യത്തെക്കുറിച്ച് അറിയാതിരുന്ന ഇന്റലിജൻസ് ബ്യൂറോ വിക്കി മൽഹോത്രയ്ക്കും അതുപോലെ ഭാരത് തനാഷയ്ക്കും വേണ്ടി പുതിയ പാസ്പോർട്ടും അനുബന്ധ ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അവർ പൂർത്തീകരിച്ചു. അവർ രണ്ടുപേരെയും ദാവൂദ് ഇബ്രാഹിമിന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണപത്രിക ഉള്ള ആളുകളാക്കി ഇതിനിടയിൽ IB മാറ്റിയിട്ടുണ്ട്. വളരെ ബുദ്ധിപൂർവ്വം IB ഒരു കളി കളിക്കുന്നതാണ്. ആ രണ്ടുപേരും ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിനകത്ത് കടന്നു കഴിയുമ്പോൾ അവിടെ അവർക്ക് ആയുധങ്ങൾ ലഭ്യമാക്കാനുള്ള എല്ലാ പരിപാടികളും IB പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് അജിത് ഡോവലാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ മകളുടെ ആ സൽക്കാര ചടങ്ങിനിടയിൽ വെച്ച് ദാവൂദ് ഇബ്രാഹിമിനെ അവസാനിപ്പിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം അവസാന വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് അജിത് ഡോവൽ വിക്കി മൽഹോത്രയ്ക്കും അതുപോലെ താനിഷയ്ക്കും. ആ സമയത്താണ് മുംബൈ DCP ധനഞ്ജയ കമലാക്കർ റിവോൾവറും ചൂണ്ടി അകത്തേക്ക് വരുന്നത്. അയാളുടെ പുറകെ വേറെ പോലീസുകാരുമുണ്ട്. സകലരും ആയുധധാരികളാണ്. ആ ടീം യഥാർത്ഥത്തിൽ അജിത് ഡോവലിനെയും താനിഷയും വിക്കി മൽഹോത്രയും അങ്ങ് വളയുകയാണ്. അജിത് ഡോവലിനെയും അതുപോലെ മുന്നിരിക്കുന്ന രണ്ടുപേരെയും വളഞ്ഞ ആ ടീമിനോടായി അജിത് ഡോവൽ പറഞ്ഞു, മിസ്റ്റർ ACP പ്ലീസ് കൂൾ ഡൗൺ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല നടക്കുന്നത്. എനിക്ക് നിങ്ങളുടെ കമ്മീഷണറോട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അവരോട് സംസാരിക്കാം. അവർ ഉറപ്പായും ഞാൻ പറയുന്ന കാര്യം അംഗീകരിക്കും. വളരെ മാന്യമായിട്ട് അജിത് ഡോവൽ അങ്ങനെ പറഞ്ഞപ്പോൾ അജിത് ഡോവലിനെ പരിചയം ഇല്ലാതിരുന്നിട്ട് പോലും ധനഞ്ജയ കമലാക്കർ ഫോൺ വിളിക്കാൻ അജിത് ഡോവലിനെ അനുവദിച്ചു. അജിത് ഡോവൽ മുംബൈയിലെ ആ ക്രൈംബ്രാഞ്ച് കമ്മീഷണർ മീരൻ ബോർവാങ്കറെ വിളിച്ചു. മീരൻ ബോർവാങ്കറോട് അജിത് ഡോവൽ ഒരു മിഷന്റെ ഭാഗമായിട്ട് ആ രണ്ട് പിടികിട്ട പുള്ളികളെയും കൂട്ടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും കമ്മീഷണർ അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വിക്കി മൽഹോത്രയും ഭാരത് താനഷയും രണ്ട് പിടികിട്ട പുള്ളികളാണ്. രാഷ്ട്രം തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന രണ്ട് പിടികിട്ട പുള്ളികൾ. അവരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും അവരെ രണ്ടുപേരെയും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് മുംബൈ ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള ആ ലേഡി തീർത്ത് പറഞ്ഞതോടുകൂടി അജിത് ഡോവലിൻ്റെ ആ സ്വപ്ന പദ്ധതി അവിടെ പൊളിഞ്ഞു വീണു. ഈ വിവരം ഇതിനിടയിൽ തന്നെ മുംബൈ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ആളുകൾ വഴി സാക്ഷാൽ ദാവൂദ് ഇബ്രാഹിം അറിയുകയും ചെയ്തു. ദാവൂദ് ഇബ്രാഹിം ആ ഒറ്റ കാരണത്താൽ ആ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തതുമില്ല. ജാവദ് മിയാന്താദും അയാളുടെ കുടുംബവും വളരെ സജീവമായി പങ്കെടുത്ത ആ വിവാഹ സൽക്കാര ചടങ്ങിൽ ദാവൂദിൻ്റെ ബാക്കി ബന്ധുക്കളൊക്കെയാണ് പങ്കെടുത്തത്. ദാവൂദ് ഇബ്രാഹിമിനെ ശരിക്കും കാണാൻ വേണ്ടി MI6 ആളുകളും മൊസാദിൻ്റെ ആളുകളും എന്ന് വേണ്ട സകലരും ദുബായിലെ ആ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ എത്തിയിരുന്നു. ആ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കുടുംബത്തിന് ശരിക്കും സംരക്ഷണം കൊടുത്തത് ആ സമയത്ത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISI തന്നെയാണ്. അവരെല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിരുന്നു. മുംബൈ പോലീസിന്റെ കസ്റ്റഡിയിലായ താനിഷയെ വിക്കി മൽഹോത്രയ്ക്കൊപ്പം മുംബൈ പോലീസ് മുംബൈയിലേക്ക് കൊണ്ടുവന്നു. കുറെ നാളത്തെ കേസും വിചാരണയ്ക്ക് ശേഷം താനിഷ ജാമ്യത്തിലിറങ്ങി. താനിഷ ജാമ്യത്തിലിറങ്ങുമ്പോഴേക്കും താനിഷയുടെ രണ്ടാം ഭാര്യ രേഷ്മ ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞിരുന്നു. ആ കുട്ടിയും താനിഷയും താനിഷയുടെ ഒന്നാം ഭാര്യയും മക്കളുമൊക്കെ അങ്ങനെ സുഖമായി കഴിയുമ്പോഴാണ് 2010 മെയ് മാസത്തിൽ ഛോട്ടാ രാജൻ താനിഷയെ വിളിച്ച് ഒരു കാര്യം സൂചിപ്പിച്ചത്. അയാൾക്ക് ലഭിച്ച ചില ഇന്റലിജൻസ് വിവരങ്ങളാണ് അയാൾ താനിഷയുമായി പങ്കുവച്ചത്. താനിഷയെ ആരൊക്കെയോ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഛോട്ടാ രാജൻ താനിഷയെ അറിയിച്ചത്. ശ്രദ്ധിക്കണമെന്നുള്ള ഛോട്ടാ രാജന്റെ ആ നിർദ്ദേശം അക്ഷരപ്രതി താനിഷ പാലിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. അതുവരെ താനിഷയുടെ വീടിന് കാവലായിട്ട് 5 പട്ടികളും 5 ഷാർപ്പ് ഷൂട്ടേഴ്സുമാണ് ഉണ്ടായിരുന്നത്. ആ ഷാർപ്പ് ഷൂട്ടേഴ്സിന്റെ എണ്ണം താനിഷ 10 വർദ്ധിപ്പിച്ചു. രേഷ്മയും താനിഷയും കുഞ്ഞും താമസിക്കുന്ന വീടാണ്. അവിടെ നിന്ന് ഒത്തിരി മാറിയാണ് ഷെഹനാസും മക്കളുള്ള വീട്. താനിഷ 2010 ജൂൺ 3 ഏകദേശം രാത്രി 9:30 മണിയോടടുപ്പിച്ച്
ഷെഹനാസിന്റെ വീട്ടിൽ നിന്ന് താനിഷയുടെ വീട്ടിലേക്ക് വരികയാണ്. താനിഷയും രേഷ്മയും താമസിക്കുന്ന ആ വീടിന് സമീപത്ത് എത്തിയ അയാൾ വാഹനം നിർത്തി വീടിനകത്തേക്ക് കടന്നു. സാധാരണഗതിയിൽ വീടിനകത്തേക്ക് അയാൾ കടക്കുമ്പോൾ പട്ടികളുടെ കുര കേൾക്കുന്നതാണ്. പക്ഷെ അന്ന് പട്ടികളുടെ കുര കേട്ടില്ല. മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ്. വാതിൽ വഴി അകത്തേക്ക് അയാൾ കടക്കുമ്പോൾ രേഷ്മ ഓടി വന്നു. രേഷ്മ ശരിക്കും സന്തോഷത്തിലാണ്. പട്ടികളൊക്കെ അവിടെ പോയി. അവരെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ ആ വീടിന് കാവലുള്ള ഷാർപ്പ് ഷൂട്ടേഴ്സ് പട്ടികളെ മലമൂത്ര വിസർജനം ചെയ്യിപ്പിക്കാനായി പുറത്തേക്ക് കൊണ്ടുപോയതാണെന്ന് രേഷ്മ താനിഷയോട് പറഞ്ഞു. താനിഷയും രേഷ്മയും അകത്തേക്ക് കടന്നു. താനിഷ അയാളുടെ ബെഡ്റൂമിലെത്തി. ആ സമയത്ത് ആ ബെഡ്റൂമിൽ അവരുടെ കുഞ്ഞുണ്ട്. കുഞ്ഞിന് പ്രായം ഇപ്പോൾ ഏകദേശം 3 വയസ്സാണ്. 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞുമായി താനിഷ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഏതൊരു ശബ്ദം കേട്ട് താനിഷ നോക്കുമ്പോൾ ആ മുറിയിലേക്ക് ഇരച്ചു കയറുന്ന ചില ആളുകളെ കണ്ടത്. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അവിടേക്ക് ഇരച്ചു കയറിയ ആളുകൾ താനിഷയ്ക്ക് നേരെ വെടിയുതിർത്തു. ആദ്യത്തെ വെടി അയാളുടെ ഷോൾഡറിൽ പതിച്ചപ്പോൾ തന്നെ താനിഷ ബെഡിനടിയിൽ വെച്ചിരുന്ന പിസ്റ്റൾ എടുക്കാനായി ഒന്ന് ചരിഞ്ഞതാണ്. ആ സമയത്ത് അയാളുടെ കഴുത്തിൻ്റെ ഭാഗത്തും തലയിലും ഷോൾഡറിലുമായിട്ട് അയാളെ വെടിവെക്കുന്ന ആളുകൾ തുരുതുര നിറയൊഴിച്ചു തുടങ്ങി. ഇതിനിടയിൽ അയാൾ വിളിച്ചു പറയുന്നുണ്ട്, കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് എന്ന്. വെടിയുടെ ശബ്ദം കേട്ട് രേഷ്മ അടുക്കളയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. രേഷ്മ ഓടിയെത്തുമ്പോൾ താനിഷ വെടിയേറ്റ് ചിതറി ആ ബെഡിലിങ്ങനെ കിടക്കുകയാണ്. ഓടിയെത്തിയ അവൾ നിശ്ചലയായി ആ രംഗത്തേക്ക് നോക്കുമ്പോഴേക്കും രേഷ്മയെ ഒന്ന് നോക്കിയിട്ട് ആ വന്ന ആളുകൾ നിശബ്ദമായി വീടിന് പുറത്തേക്ക് നീങ്ങി. അവരതിവേഗം അവിടെ നിന്ന് ഒഴുകി മാറുകയാണ്. ഈ സമയത്ത് വെടിശബ്ദം കേട്ട് പട്ടിയുമായി പുറത്തേക്ക് പോയിരുന്ന ആ ഷാർപ്പ് ഷൂട്ടേഴ്സ് ഓടിയെത്തി. യഥാർത്ഥത്തിൽ 10 ഷാർപ്പ് ഷൂട്ടേഴ്സ് ആ വീട്ടിലുണ്ട്. 5 പേർക്ക് അന്ന് അവധി കൊടുത്തിരിക്കുകയായിരുന്നു. 5 പേര് ആ സംഭവം നടക്കുന്ന സമയത്ത് പട്ടിയുമായി പുറത്തുപോയി. ഈ സമയത്ത് ആ വീടിൻ്റെ മുൻവശത്തെ വാതിലും പുറകുവശത്തെ വാതിലും തുറന്നു കിടക്കുകയായിരുന്നു. പിറ്റേ ദിവസം തനാഷയുടെ ബോഡി അടക്കം ചെയ്യുന്ന സമയത്ത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും സിനിമ മേഖലയിലുള്ള ആളുകളൊക്കെ ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു കൊടിയ ക്രിമിനൽ ആണെങ്കിലും അയാൾക്കുണ്ടായിരുന്ന ബന്ധങ്ങൾ വിളിച്ചു പറയുന്ന ശൈലിയിലുള്ള ഒരു ആൾക്കൂട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ചടങ്ങ് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ രേഷ്മ അവിടെ നിന്ന് ദില്ലിയിൽ നിന്ന് നേപ്പാളിലേക്കും പോയി. അതിനുശേഷം ആരും രേഷ്മയെ കണ്ടിട്ടേയില്ല. രേഷ്മയുടെ വരവും താനിഷയുടെ മരണവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് ഒരു സൂചന പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. താനിഷയെ അവസാനിപ്പിച്ചത് ഭരത് നേപ്പാളി എന്ന വ്യക്തിയും അയാളുടെ ഗ്യാങ്ങുമാണെന്നുള്ള കഥ ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. ശരിക്കും 3000 കോടി രൂപയുടെ ഒരു ബിസിനസ് ഓളിയം കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയുടെ നിയന്ത്രണമാണ് താനിഷയ്ക്ക് ഈ സമയത്തുണ്ടായിരുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വൻതോതിൽ മുംബൈയിൽ തഴച്ചു വളരുമ്പോൾ ചെറിയ വീടുകളിൽ താമസിക്കുന്ന ആളുകളെയും ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കാൻ വൻകിട ബിൽഡിംഗ് മുതലാളിമാർ ആശ്രയിക്കുന്നത് അതാത് മേഖലയിലെ താനിഷയെ പോലുള്ള ആളുകളെയാണ്. താനിഷയെ പോലുള്ള ആളുകൾ രംഗത്തിറങ്ങുന്നതോടുകൂടി ജീവനം കൊണ്ട് ആളുകൾ ഓടി മറയും. അവരെ ഉപയോഗിച്ചാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ റിയൽ എസ്റ്റേറ്റ് ബോംബെയിൽ അങ്ങോളം ഇങ്ങോളം അന്നും ഇന്നും ബിൽഡ് ചെയ്യുന്നത്. താനിഷ കൈയടക്കി വെച്ചിരിക്കുന്ന ആ 3000 കോടി രൂപയുടെ ആ ബിസിനസ് സാമ്രാജ്യം, അതാണ് ഭാരത് നെപ്പോളിയുടെ ടാർഗറ്റായിരുന്നത്. ശരിക്കും ഭാരത് നെപ്പോളി മാത്രമല്ല താനിഷയെ ടാർഗറ്റ് ചെയ്തത്. താനിഷ ചെമ്പൂര് മേഖലയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അയാൾ സാവധാനം നാഗ്പട മേഖലയിലേക്ക് കടന്നിരുന്നു. നാഗ്പട മേഖല ദാവൂദ് ഇബ്രാഹിമിൻ്റെ സാമ്രാജ്യമാണ്. ആ മേഖല പൂർണ്ണമായി ഛോട്ടാ ഷക്കീലിന്റെ അധീനതയിൽ വരുന്ന സ്ഥലമാണ്. ഛോട്ടാ ഷക്കീൽ അധീനതയിൽ വെച്ചിരുന്ന സ്ഥലത്തേക്ക് താനിഷ കടന്നു കയറിയത് കൊണ്ട് ഛോട്ടാ ഷക്കീൽ ഭാരത് നെപ്പോളിക്ക് കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു എന്നുള്ള ശൈലിയുള്ള വാർത്തകളും വരുന്നുണ്ടായിരുന്നു. 2010 ശേഷം ഇതുമായി ബന്ധിപ്പിച്ച് ഒരുപാട് വാർത്തകൾ വന്നു. താനിഷിന്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ധാരാളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ബോംബെ അധോലോകത്തിൻ്റെ
ശക്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. ഇതിനു പുറമെ വേറെയും അനവധി തരത്തിൽ അവരിലേക്ക് പണം ഒഴുകി വരും. അതിലൊന്ന് സുരക്ഷാ മണിയാണ്. ആളുകൾക്ക് മറ്റുള്ള ഗ്യാങ്ങുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശക്തരായ ഗ്യാങ്ങുകൾക്ക് പണം കൊടുത്താൽ പറ്റുമെന്നറിയാം. ആ ഒരു മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കുന്ന മുമ്പേ ഗ്യാങ്ങുകളുണ്ട്. അതിനു പുറമെയാണ് ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരിന്ന് പണം ഉണ്ടാക്കുന്ന രീതി. ഇതേപോലെ തന്നെയാണ് കള്ളക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, അതുപോലെ പെൺവാണിഭം, പിന്നെ കള്ളച്ചാരായ വിൽപ്പന. ഇതൊക്കെ ഇപ്പോൾ ചെറിയ ബിസിനസ്സുകളാണ്. വലിയ ബിസിനസ് എന്ന് പറയുന്നത് പൂർണ്ണമായും റിയൽ എസ്റ്റേറ്റും അതുപോലുള്ള ആ ഭീഷണിപ്പെടുത്തലുകളുമായി മാറിയിരിക്കുകയാണ്. ഇതുപോലുള്ള അനവധി ദാതകൾ മുംബൈയിൽ ഉണ്ട്. അവരുടെ കഥകളാണ് ഞാൻ ഒന്നൊന്നായി നിങ്ങളോട് പറയുന്നത്. ഇതുവരെ താനിഷ എന്ന അധോലോക നേതാവിൻ്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.